എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നലെ +1 എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ FY 435 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്ത വിദ്യാർത്ഥികൾ അതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതായിരുന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തിയാക്കാവുന്ന, എന്നാൽ ചില ചോദ്യങ്ങൾ അത് സാധാരണ ചോദിക്കുന്ന രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി ഇൻഡയറക്റ്റായിട്ട് ചോദിച്ച ഒരു 2-3 ചോദ്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരേ ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു ആ മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. അത് 1950 എന്നതാണ് ആൻസർ. രണ്ടാമത്തത്, പ്രൈവറ്റൈസേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ബൈ സെല്ലിംഗ് ഓഫ് പാർട്സ് ഓഫ് ദ ഇക്വിറ്റി ടു പബ്ലിക് ഈസ്. അത് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അപനിക്ഷേപം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് കേരള ഈസ്. അത് ആൻസർ കുടുംബശ്രീ മിഷനാണ്. 4, ഇൻക്രീസ് ഇൻ ദ മിൽക്ക് പ്രൊഡക്ഷൻ. അതിന് ആൻസറായിട്ട് വരുന്നത് ഓപ്പറേഷൻ ഫ്ലഡും. 5, ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെൻറ്റ് ടു കാഷ്വൽ വേജ് വർക്ക് ഈസ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. അങ്ങനെ 5 എണ്ണത്തിൻ്റെ ആൻസർ ഈ പറയുന്നത് പ്രകാരമാണ്. ഇനി അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ദ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യൻ എയർ ഈസ്. അപ്പോൾ പ്രീ ടെസ്റ്റിംഗ് അല്ല ട്രൈ ഔട്ട് എന്നുള്ളതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഡാറ്റ ആർ കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു പ്ലേസ്. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. 8, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പാർട്ടീഷൻ വാല്യൂ. ഇവിടെ തന്നിരിക്കുന്നതിൽ പാർട്ടീഷൻ വാല്യൂ എന്ന് പറയുന്നത് മീഡിയനാണ്. മീഡിയൻ എന്നാണ് ഒരു ഒബ്സർവേഷനെ 2 ഈക്വൽ പാർട്സായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നത്. 9, വെൻ യു സ്പെൻഡ് മോർ ടൈം ഇൻ സ്റ്റഡിയിങ് ചാൻസ് ഓഫ് ഫാളിങ് ഡിക്ലൈൻസ്. ഇവിടെ കൂടുതൽ സമയം പഠിക്കാനെടുക്കുമ്പോൾ തോൽക്കുന്നതിൻ്റെ സാധ്യത കുറയുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു നെഗറ്റീവ് കോറിലേഷനാണ്. ഒരു നെഗറ്റീവ് കോറിലേഷനാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസെറ്റീവ് അല്ലേ. അത് ഇവിടെ 78-79 ഇത് ബേസ് ചെയ്യുന്നത് സെൻസെക്സ് ആണ്. ബോംബെ ആകുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസെക്സും ഡൽഹിയാണ് നിഫ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 10 മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് 10 ഉണ്ടായിരുന്നത്. അതിൽ 8 എണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 10 ആൻസർ ചെയ്യുക, 10 ശരിയായാൽ 8 പരിഗണിക്കപ്പെടുക. എന്നാൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ബൈ.